ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഒരു ചെറിയ സിനിമ, ഇതെൻ്റെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണ്. അപ്പോൾ ചെറിയൊരു സിനിമയാണ്. ഈ പറയുന്നത് പോലെ ഈ ചെറിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഇഷ്ടംപോലെ കഷ്ടപ്പാടുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് ഞങ്ങൾ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, എനിക്ക് ഭയങ്കര പേഴ്സണലായ ഒരു സിനിമയാണ്. ഇതിപ്പോൾ എന്തുകൊണ്ട് ഒരു ചെറിയ സിനിമ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ കഥ ഞങ്ങളിപ്പോൾ കണ്ട ടീസർ, ഈ ടീസറിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാം നമ്മൾ അറിയാം, ഓൾമോസ്റ്റ് ന്യൂ കമേഴ്സ്. അപ്പോൾ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ടുള്ള ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുകയും അവരെ കാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ നേരത്തെ കൺസീവ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത് സാധിച്ചത് എൻ്റെ പ്രൊഡ്യൂസറായ അർണും സാറും എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സായ ദീപക് ദിനേശും ബിനോയ് സി ബാബും ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉള്ളത് ഈ 3 വ്യക്തികളുടെ അടുത്ത്. മാത്രമല്ല, ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്ത് ചെറിയൊരു സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ടെക്നീഷ്യന്മാരും എൻ്റെ നടന്മാരുമാണ്. എനിക്ക് അവരോട് ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ സിനിമ എല്ലാവർക്കും വിചാരമുണ്ട് ഞാനാണ് നായകൻ. ഞാനല്ല നായകൻ. ഭാസ്കരൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശ്രീ അജയ് പവിത്രൻ സാറാണ്. സർ പ്ലീസ് കം. അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ ഇതുവരെ എനിക്ക് ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ടീച്ചറിലൊന്നും ഇദ്ദേഹത്തിന് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സിനിമയിൽ കാണട്ടെ, ഇപ്പൊ ലിറിക്കൽ വീഡിയോ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു അഭിനയ സംഭവം നിങ്ങൾ എന്തെങ്കിലും കണ്ടിരിക്കും. അപ്പോൾ അജയ് സാറിനെ പറ്റിയിട്ട് 2 വാക്ക് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ മൈക്ക് ഇങ്ങോട്ട് കൊടുക്കാം. വേറൊന്നുമല്ല, എന്നെ പണ്ട് കോളേജിൽ പഠിച്ച സാറ് ഈ വർഷം NCC ഓഫീസറായിരുന്നു, കോളേജിലെ പ്രൊഫസറായിരുന്നു, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കൊന്നും പഠിക്കാൻ സമ്മതിക്കില്ല. തുണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച അതേ കോളേജിലാണ് സാറും പഠിച്ച് പിന്നെ പ്രൊഫസറായിരുന്നു. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ എല്ലാ പരിപാടീസും അറിയുന്ന ഒരു സാറും കൂടി ആയിരുന്നു. അപ്പം അന്നേരം പണി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പണി ഈ സിനിമയിൽ കൊടുക്കാൻ പറ്റില്ല. അതാണ് സത്യം. ഞാൻ സാറിന് മേക്ക് കൊടുക്കുന്നത്. താങ്ക് യു രുപേഷ്. ഇവിടെ കൂടി എല്ലാവർക്കും എൻ്റെ വീട്ടിൽ നമസ്കാരം. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ നിന്നത്. ഇതിനു മുമ്പേ അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. വളരെ യാദർച്ഛികമായിട്ട് രൂപേഷ് പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എപ്പോഴും സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ സിനിമ എടുക്കുമ്പോൾ എനിക്ക് ഒരു റോൾ തരണം. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു വേദിയിൽ നിൽക്കും, അത് ടൈറ്റിൽ റോൾ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഒരു ദിവസം എന്നെ പിടിച്ചു, എല്ലാം കഴിഞ്ഞു ജീവിതം എൻ്റെ പാട്, ഞാൻ എൻ്റെ കമ്പനിയും എൻ്റെ ജോലിയും നടന്നുകൊണ്ട് പോലീസ് പിടിച്ചു പറഞ്ഞു, ഒരു 10 ദിവസത്തേക്കൊന്നും വരെ ഒരു ചെറിയ റോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ശരി, അന്ന് പോവാന്ന് വെച്ചു. വന്നിട്ട് 40 ദിവസം നിൽക്കേണ്ടി വന്നു. വളരെ വളരെ സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പം മനസ്സിലാവില്ല എത്രത്തോളം ഭാര്യയാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന്. എല്ലാവരും അനുഗ്രഹം വേണം. എന്നെ ഈ വേദിയിൽ നിൽക്കാൻ ഒരു ചാൻസ് തന്ന രൂപേഷ്, അനുവൻ സർ, പ്രൊഡ്യൂസേഴ്സ്, താങ്ക് യു വെരി മച്ച്. ഇതിലുപരി പലതും ഇൻഡസ്ട്രിയിൽ ഷൂട്ട് ചെയ്തവർ അറിയാത്ത എന്നെ ഓരോന്നും പഠിപ്പിച്ചെന്ന് എൻ്റെ കാസ്റ്റും ക്രൂഡും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നുവെച്ചാൽ ഒന്നും അറിയാതെയാണ് ഞാൻ അവിടെ ആ ലൊക്കേഷനിൽ വരുന്നത്. അവിടെ നിന്നാണ് ഞാൻ പലതും പഠിച്ചത്. ഓരോരുത്തരുടെ പേര് പറയുന്നത് എനിക്ക് 1/2 മണിക്കൂർ വേണം. എല്ലാവരോടും എന്നെ നന്ദി പറയാൻ രേഖപ്പെടുത്തി. താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ, താങ്ക് യു. അടുത്തതായി പനോരമ മ്യൂസിക്കിലെ വിനോദ് രാഘവൻ സാറിനെ ഞാൻ വേദിയിലേക്ക് സാധാരണ ക്ഷണിക്കുന്നു. സർ പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. നല്ലൊരു കയ്യടി കൊടുക്കാമോ സാറിന്? താങ്ക് യു. താങ്ക്സ് ടു എവരിവൺ. നമ്മൾ പനോരമ സ്റ്റുഡിയോസ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, മലയാളം കുറച്ചേ അറിയണം. ഓക്കെ, താങ്ക്സ് ടു എവരിവൺ. മോഹിനിയാട്ടം തോന്നുന്നില്ലായിരുന്നു. ടീച്ചർ ആദ്യത്തെ ടീച്ചർ ഇറങ്ങിയപ്പോ എല്ലാവരും പറഞ്ഞ ഡാർക്ക് കോമഡി, എന്താ പറയാ, ഈ പറയുന്നത് പോലെ എന്താ പറയാ, മോഹിനിയാട്ടം പോലെയുണ്ട്. മോഹിനിയാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ 3 പ്രാവശ്യം തിയേറ്ററിൽ കണ്ട സിനിമയാണ്, ഗംഭീര സിനിമയാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ ഇത് ഡാർക്ക് കോമഡി എന്ന് പറഞ്ഞിട്ട് കണ്ട ജനങ്ങൾ എസ്റ്റാബ്ലിഷ് നല്ല കാര്യം. ഇതിൽ ഹ്യൂമർ ഉണ്ട്, എലമെന്റ്സ് ഓഫ് ഡാർക്ക്നെസ് ഉണ്ട്.
പക്ഷേ മോർ ദാൻ ദാറ്റ് ഭയങ്കര ഇമോഷണൽ ലവ് സ്റ്റോറിയാണ് ബിറ്റ്വീൻ എ ഫാദർ ആൻഡ് സൺ. അപ്പോൾ അത് കൂടാണ്ട് ഈ പറയുന്ന പോലെ ഇതിൽ ബാക്കി കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്മോൾ മെസ്സേജ് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലും പാരവെപ്പും എല്ലാതും ഉണ്ടാവും. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ചെറിയൊരു സിനിമയാണ്. ഇനി ഈ ലിറിക്കൽ വീഡിയോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോഡ്വിൻ തോമസ് ആണ്. ഗോഡ്വിൻ തോമസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന പോലെ സംഭവം അധ്യായം 1 നമ്മളെല്ലാവരും കണ്ട സിനിമയാണ്. ഗംഭീര ഹിറ്റായ സിനിമയാണ്, ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഇദ്ദേഹം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ഭാസ്കരഭരണം. ഇനി ഞാൻ ഗോഡനിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഗോഡൻ വരുന്നതിന് മുമ്പ് ഒരു 6-7 മ്യൂസിക് ഡയറക്ടർമാരുണ്ടായിരുന്നു. എനിക്ക് പല പ്രശ്നങ്ങളും സിംഗിൾ കിട്ടാത്ത കാരണം അവർക്ക് മാറിപ്പോയി. അപ്പോൾ ഈ എന്താ പറയുക, ലാസ്റ്റ് മിനിറ്റ് നമ്മളിപ്പോൾ ദീപക്കും ബിനോയും എല്ലാം കോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓൺ ബോർഡ് വന്ന സമയത്ത് മ്യൂസിക് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത ആളാണ് ഗോഡനെ. പക്ഷെ ഞാൻ ഗോഡനായിട്ട് ആദ്യത്തെ ഒറ്റ സെറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സിങ്ക് ഉണ്ടായി. അപ്പോൾ ഈ ലിറിക്കൽ വീഡിയോനെ പറ്റിയിട്ട് ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്നലെ മിനിഞ്ഞാന്നാണ് ഈ ലിറിക്കൽ വീഡിയോ ഉണ്ടായത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ എൻ്റെ എഡിറ്റർ പനി പിടിച്ച ഹോസ്പിറ്റലിൽ. ഇപ്പോൾ റാഷി മുഹമ്മദ് എവിടെയോ ഉണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട് ആള് ഹോസ്പിറ്റൽ, ഒട്ടും വയ്യാണ്ട് ഹോസ്പിറ്റലിൽ. ഇത് എന്ത് ചെയ്യും, ആര് എഡിറ്റ് ചെയ്യും, ലാസ്റ്റ് മിനിറ്റ് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗോഡനോട് എൻ്റെ വിഷമം എന്ന് പറഞ്ഞു. മ്യൂസിക് ലോഞ്ചാണ്, ലിറിക്കൽ വീഡിയോ കാണിച്ചില്ലെങ്കിൽ നാണക്കേടാണ്, എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഒരു ഹാർഡ് ഡിസ്ക് ഇട്ടിട്ട് പോകുന്നേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഹാർഡ് ഡിസ്ക് എടുത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അവിടെ ചെല്ലുന്നു. മൂപ്പര് അവിടെ തന്നെ ഈ പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ഡാവിഞ്ചി ഓപ്പൺ അപ്പ് ചെയ്യുന്നു, ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആയിരുന്നു. മൂപ്പര് പണി തുടങ്ങുന്നു. ഞാൻ ചോദിച്ചു, ഗോഡനെ നിനക്ക് ഈ പണി അറിയൂ? ഇങ്ങനെയൊക്കെയല്ല ചേട്ടാ നമ്മൾ ചെയ്ത് പഠിക്കുക. അതാണ് ഗോഡൻ. ഞാനിത് ഈ ലിറിക്കൽ വീഡിയോ കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ഇത് വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ഗ്രാഫിക്സ് എല്ലാം ചെയ്ത് ഗോഡൻ. അപ്പം ആരും സംവിധാനം കേൾക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് ഗോഡൻ അടുത്തടുത്ത് വെക്കുമ്പോൾ ലിറിക്കൽ വീഡിയോ കൂടി കൊടുത്തു. 2 വാക്ക്. ആദ്യം തന്നെ രൂപേഷേട്ട, ദിവ്യേട്ട, സാർ എല്ലാവർക്കും നന്ദി. രൂപേഷേട്ട പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞങ്ങൾ ടീസറായിരുന്നു ചെയ്തത്. ടീസറിന്റെ മ്യൂസിക് ചെയ്യാൻ എൻ്റെ തന്നു. ഞങ്ങൾ 2 ദിവസം ഇങ്ങനെ ഇരുന്നു, ഒന്നും ആയില്ല. 2 ദിവസം കഴിഞ്ഞ് രൂപേഷേട്ടനെ വിളിച്ചു കേൾക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കും ചോദിച്ചു. ചേട്ടൻ പുറത്തിരുന്നു. പിന്നെ അകത്ത് വന്നിട്ട് ചേട്ടൻ എങ്ങനെ കാണിച്ചു. അന്ന് തൊട്ട് ഞങ്ങൾ സിംഗായി. അത് പിന്നെ വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ മോഹിനിയാട്ടത്തിന്റെ ഇത് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് എല്ലാ ജോണറുകളും ഉണ്ട്. എല്ലാ ജോണർ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൂടുമ്പോൾ ജോണർ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഗോഡൻ കൊണ്ടുവന്ന ടെർമിനോളജിയാണ്. ഇപ്പൊ ഇത് സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും 5 മിനിറ്റ് കൂടുമ്പോൾ ജോണർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പുതിയൊരു ടെർമിനോളജി മൂപ്പരിനോടൊന്നും ഇതൊരു ജോണർ ഷിഫ്റ്റിംഗ് മൂവിയാണ്. അപ്പൊ എന്തായാലും ജൂൺ 26 തിയേറ്റർ റിലീസാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ആണ് തീർച്ചയായിട്ടും. ഞാൻ 2 പേരും കൂടി ഈ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഈ പാട്ട് പാടിയ ഫൗസിയ, ഇത് ലിറിക്സ് എഴുതിയ അനന്ത്യ നാരായണൻ. ഫൗസിയനെ പറ്റി ഗോഡൻ ഒരു വാക്ക് പറയും, ആരെന്നെ പറ്റി ഞാൻ പറയും. ഫൗസി എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്നതാണ്. ഫൗസിനെ ഞാൻ ആദ്യം സംഭവത്തിൽ നമ്മുടെ സംഭവം അധ്യായ 1-ന്റെ എൻക്രെഡിറ്റ് സോങ് ഫൗസിനെയാണ് പാടിയത്. അപ്പം ഇതിലും ഫൗസിനെ തന്നെ പാടിച്ചു. വേറെന്താ പറയേണ്ടത്, നല്ല കുട്ടിയാ, ഭയങ്കര ടാലന്റായ കുട്ടിയാണ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ നിറയെ ട്രാക്ക്, ഈ കേട്ട ട്രാക്ക് ഉണ്ടല്ലോ, ഇത് അത്ര എളുപ്പമല്ല പാടാൻ. അപ്പൊ ഇത് ഞാനിങ്ങനെ ഗോഡന് ചോദിച്ചു, പാട്ടെല്ലാം കൊള്ളാം, ആര് പാടുന്നു ചോദിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ വേറെ കുറെ പേരുകൾ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തെല്ലാം ചെയ്തു. പക്ഷെ അവസാനം ഗോഡൻ പറഞ്ഞു, ഞാൻ ഈ സംഭവത്തിൽ പാടിയ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞാൽ നല്ലതല്ല കൊണ്ടുവന്നു, ട്രൈ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് വർക്ക്. കാരണം എനിക്ക് തോന്നുന്നില്ല നാഗപ്പാട്ട് ട്രാൻസിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. ഈ അരുൺകെ നായരെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് ഈ വരികൾ എഴുതിയത്, ലിറിസിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്, ഇദ്ദേഹമാണ് തീവ്രം, ഞാൻ ആദ്യം സംവിധാനം ചെയ്ത തീവ്രത്തിന്റെ ലിറിസിസ്റ്റ്. അപ്പൊ ഈ പറയുന്ന പോലെ അദ്ദേഹം തീവ്രത്തിന്റെ ലിറിക്സ് എഴുതിയതിനു ശേഷം നാട് വിട്ടു. പിന്നെ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അത് ഈ സിനിമയുടെ ലിറിക്സ് ആരെ കൊണ്ട് എഴുതിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ അർഷദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുണ്ട്, ഗോഡന്റെ എന്താ പറയാ ടീമിലുള്ള പയ്യന. അപ്പൊ അദ്ദേഹം എന്താ പറയാ 2 ലിറിക്സ് എഴുതിയിട്ടുണ്ട് 2 പാട്ടിന്റെ. അപ്പൊ
അപ്പൊ ഈ സിനിമയുടെ എസ്പെഷ്യലി ഇപ്പോൾ ഞങ്ങൾ ടൈം ലൈൻ ഭയങ്കര സമയമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആരോട് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചു, എന്തൊക്കെയുണ്ട് ബ്രോ, എത്ര നാളായി കണ്ടിട്ട്. അപ്പൊ ഞാൻ കറക്റ്റ് സമയം വളർന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവനെ കൊണ്ട് 2 പാട്ടിൽ ലിറിക്സ് എഴുതിച്ചത്. അപ്പൊ അതാണ് അരുൺകാരണം. ഇതിനു മുമ്പ് ചെയ്തത് ഞാൻ സംവിധാനം ചെയ്ത തീവ്രമാണ്. 2ാമത്തെ സിനിമയാണ് ഈ പറയുന്ന ഭാസ്കർ ഘട്ടം. 2 വാക്ക് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് മൂവി. ഇതില് ഭാഗമായി പറ്റിയത് വലിയ ഭാഗ്യം. ഇതിനു മുമ്പ് തീവ്രം ചെയ്തപ്പോഴും ഇത് ചെയ്തപ്പോഴും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇതിന് എനിക്ക് തന്ന സമയം വളരെ വളരെ ചുരുക്കമാണ്. അതൊരു രൂപേഷ് സ്റ്റൈലിൽ എന്ന് വേണമെങ്കിൽ പറയാം. വിളിച്ചിട്ട് എത്ര സമയം വേണമെങ്കിൽ എടുത്തോ, നാളെ രാവിലേക്കുള്ളിൽ അതാണ് രൂപേഷിന്റെ ഒരു സ്റ്റൈൽ. പക്ഷേ ഈ പാട്ട് ഇപ്പൊ നിങ്ങൾ കേട്ട പാട്ട് അത് വൺ ഓഫ് എ കൈൻഡ് ആണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ ഒരു നാഗം പാട്ട് പിന്നെ അല്ലെങ്കിൽ ഒരു കുടുംബം പാട്ടിന്റെ ഒരു ട്രാൻസ് വേർഷൻ അത് ചെയ്യുന്നത് ഭയങ്കര ചാലഞ്ചായിരുന്നു. അത് പക്ഷെ ആ പാട്ട് കേട്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷം, ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. കാരണം നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ട്രാൻസ് മൂഡാണ്. വളരെയധികം എന്താ പറയുക, ആ ഒരു വൈബിലേക്ക് പോകുന്ന ടൈപ്പ് ഒരു പാട്ടാണ്. അപ്പോൾ അത് ചെയ്യാൻ ചാൻസ് തന്നതിന് വളരെ വളരെ നന്ദിയുണ്ട്. പിന്നെ ഇനിയൊരു പാട്ടും കൂടി വരുന്നുണ്ട്, അതും എഴുതാനുള്ള ഒരു ഭാഗ്യം കിട്ടി. താങ്ക് യു. നിങ്ങൾ എല്ലാവരും മുമ്പ് ഇറങ്ങിയ യൂട്യൂബിൽ റിലീസ് ചെയ്ത ടീസറാണെന്ന് അറിയുന്നുണ്ട്. ഇനി ഇതുവരെ റിലീസ് ആവാത്ത ഒരു ടീസർ ഉണ്ട്, അതിപ്പോ ഞങ്ങൾ പ്രദർശിപ്പിക്കാം. Yes. Fatima, please come forward. Fauzia, please come forward. അപ്പൊ ഫൗസിയ ഒരു 2 പേരും നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. നല്ലൊരു കൈയടി കൊടുക്കാമോ ഫൗസിയക്ക്? ഓക്കെ, മറന്നുപോയി. കത്രുവിൻ വംശമോ സർപ്പമാം സന്തതി വിശ്വത്തിലുള്ളൊരു നാഗങ്ങളായിരം ശബത്തെ മറന്നു എന്നാണ്. രണ്ട് മിനിറ്റ് വെയിറ്റ് കൊണ്ട് കുഴപ്പമില്ലല്ലോ. കത്രുവിൻ വംശമോ സർപ്പമാം സന്തതി വിശ്വത്തിലുള്ളൊരു നാഗങ്ങളായിരം മുന്നിൽ ആനന്ദനോ വസുകി ശ്രേഷ്ഠനും തീയിൽ വീഴാത്ത വണ്ണം വസിച്ചു കൊള്ളുക നാഗരേ. കത്രുവിൻ വംശമോ സർപ്പമാം സന്തതി വിശ്വത്തിലുള്ളൊരു നാഗങ്ങളായിരം. നമസ്കാരം. ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഏറ്റവും വലിയ നന്ദി ഈശ്വരനോട് പറയുന്നു. കാരണം രൂപേഷിന് ഈ സിനിമയിലെ വേലായുധൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കാൻ തോന്നിയതിന്. കുറെ കാലം രൂപേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു. യൂട്യൂബ് പ്രോഡക്ട്സിലാണ് ഞാൻ രൂപേഷിന്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറെ എഴുത്തും പരിപാടികളൊക്കെ ആയിട്ട് രൂപേഷിനെ സഹായിച്ചൊക്കെ കൂടെ ഉണ്ടായിരുന്നു. മേ ബി ആ ഒരു സ്നേഹം കൊണ്ടും പിന്നെ നമ്മുടെ ഒരു പരിപാടിയൊക്കെ മനസ്സിലായത് കൊണ്ടുമായിരിക്കും വേലായുധൻ എന്ന് പറയുന്നത്. കാരണം ഞാനത് അത്ര എടുത്തു പറയാൻ കാരണം ഒരുപാട് ലേയേഴ്സിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് വേലായുധൻ എന്ന് പറയുന്നത്. ഈ അച്ഛന്റെയും മകന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുഖ്യ കാരണം ഒരുപക്ഷെ ഈ വേലായുധനായിരിക്കും. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോ അത്രയും രസമുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് രൂപേഷിനോട് ഒരുപാട് നന്ദി. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എസ്പെഷ്യലി ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് വന്ന് ഞങ്ങളുടെ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതിന് എസ്പെഷ്യലി വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ആൻഡ് മീഡിയ ടീംസ് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു.
പിന്നെ ഈ സിനിമയെ ഇത്രത്തോളം എത്തിച്ച ആദ്യം തന്നെ അറുപകൻ സാറിന്റെ ആ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാസ്കരനും ഭരണവും ഒക്കെ തുടങ്ങുമായിരുന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോ സാറിന്റെ ആ യെസിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ നന്ദി എന്ന് പറയുന്നത് വാക്കുകൊണ്ടല്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. രൂപേഷ് അടക്കമുള്ള ഈ സീമിന്റെ കറിയിലുള്ള എല്ലാവരും. അതുപോലെ ഇതിന്റെ നമ്മൾ ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോണ്ടായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വന്ന് അവസാനം ഇപ്പോ പേര് പോലെ തന്നെ ഗുഡ് ഫെല്ലാസ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ദീപകനും ബിനോയ്ക്കും ഒരുപാട് സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം എടുത്തോളാം. കാരണം അത് പറയാതെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റായി പോകുന്ന തോന്നിയത് കൊണ്ടാണ്. അപ്പൊ ഗുഡ് ഫെല്ലാസ് ഇല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ഈ ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭാസ്കരഭരണം എത്തില്ലായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് സന്തോഷം. പിന്നെ ഈ ടീമിൽ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഇനി പരിചയപ്പെടും. ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. ഇതിന്റെ DOP ആയിട്ട് ആർട്ട് ആയിക്കോട്ടെ, കോസ്റ്റാർസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആണ് ഭാസ്കരഭരണം എന്ന് ഞാൻ എടുത്ത് ഒന്നും കൂടി പറയുകയാണ്. അതിൽ നേരത്തെ പറഞ്ഞ ഗോഡ്വിൻ കണ്ടെത്തിയ പോലെ ഒരു ജോണർ ഷിഫ്റ്റ് ഉള്ള രീതിയിൽ നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകുന്ന, നിങ്ങളെ രസിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോ ഈ കാണുന്ന ഈ സപ്പോർട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. ജൂൺ 26-ാം തീയതി തിയേറ്ററിൽ നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് നല്ല രീതിയിൽ കിട്ടട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷിച്ച് ഇതിനേക്കാൾ നല്ല കയ്യടി അന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സാർ. ഒരു നല്ലൊരു കയ്യടി കൊടുക്കാമോ സാർ? താങ്ക് യു. ഓക്കെ, സോ അടുത്തതായി നമ്മുടെ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന പാർവതി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാണ്. പ്ലീസ് കം ഫോർവേഡ് പാർവതി. You could speak a few words. പാർവതിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാമോ? താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്നത്തെ ദിവസം. എനിക്ക് വളരെ പുതുമയുള്ള ദിവസമാണ്. ഞാൻ കുറേ മീഡിയാസിനെ ഫേസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഓഡിയോ ലോഞ്ചും എല്ലാം എനിക്കൊരു പുതിയ അനുഭവമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പോൾ അതിനെല്ലാം എനിക്ക് അവസരം ഒരുക്കി തന്ന എൻ്റെ ചേട്ടൻ രൂപേഷ് ചേട്ടന് ഒരുപാട് നന്ദി. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തട്ടിമുട്ടിയിലാണ്. റോസമ്മ എന്ന കഥാപാത്രമാണ്. അത് തന്ന എന്താ പറയുക, എൻ്റെ ഗുരുസ്ഥാനീയനായ ഗോപാല മനോജ് സാറിനെ ഓർക്കണം. അതിനുശേഷം ഞാൻ മേനക 2 ചെയ്തു, മഴവിൽ മനോരമയുടെ. പിന്നെ ആലപ്പുഴ ജിംഖാന, ധീരൻ, ദേവദാസ് ഷാജി സാറിൻ്റെ ധീരൻ ചെയ്തു. അതിനു മുന്നേ ഞാൻ എന്താ പറയുക ഭാസ്കരഭരണം ചെയ്തിരുന്നു. പക്ഷെ ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാണ്. സിനിമ എന്നത് ഇപ്പം ഈ നിമിഷം വരെ സിനിമ എന്നത് ഭയങ്കര നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സഹായം വന്ന വഴികളും എന്താ പറയുക, അതൊക്കെ ഞങ്ങൾക്ക് ആ ഒരു നൈറ്റൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. രൂപേഷനെ വിളിച്ച് പറയണം നമ്മൾ ഓണായി വീണ്ടും എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷം, ഭയങ്കര നന്ദിയായിരുന്നു. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ദീപകേട്ടനെയും വിനോദ് ചേട്ടനെയും ഞങ്ങളെന്നെ അന്വേഷിക്കായിരുന്നു. അർമംഗ സാറെ ഞങ്ങൾ ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ ദീപകേട്ടനെ അന്വേഷിക്കായിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു യെസ് അത് വലിയൊരു ഷിഫ്റ്റാണ് ഞങ്ങൾക്ക്. അതേപോലെ തന്നെ കുറേ നാൾക്ക് ശേഷം ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനെ കാണുന്നത് വളരെ സേഫ് ആയിട്ടുള്ള, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ക്രൂ ആയിരുന്നു ഞങ്ങളുടേത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷവും ഒരു വാമത്തൊക്കെ ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ പാട്ട് കേട്ട സമയത്ത് ഭയങ്കര സന്തോഷം. അതൊക്കെ രണ്ടാമത്തെ വട്ടം കഴിയുമ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ കൈയടിക്കുകയാണ്. അതിൻ്റെ ഒരു ഫീലും വളരെ അടിപൊളിയായിരുന്നു. ഫൗസിയ നന്നായിരുന്നു, ഒരു ചേട്ടൻ വളരെ നന്നായിരുന്നു. അപ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. ജൂൺ 26 ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ്, ഞങ്ങളുടെ ക്രൂവിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചേട്ടൻ പറഞ്ഞ മാതിരി കൊച്ചു സിനിമയാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർ കാസ്റ്റ് നോക്കിയിട്ടല്ല ആരും സിനിമ വരണേ. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ പറയാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. താങ്ക് യു സോ മച്ച്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 3 ടെക്നീഷ്യൻസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സിനിമയിലെ നിങ്ങൾ ട്രെൻഡ്സ് ആരെങ്കിലും നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഒരു ബറ്റാലിയൻ സ്ത്രീകൾ ടെക്നീഷ്യൻസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഉമാ കുമരപുരമാണ്.
ഉമ്മ പ്ലീസ്. DOP-യാണ്. അപ്പോൾ ഉമ്മ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് വളരെ പരിചയമാണ്. ഞാൻ യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ള സിനിമ ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ സ്വരൂപ് ഫിലിപ്പായിരുന്നു എൻ്റെ ക്യാമറമാൻ. അപ്പോൾ സ്വരൂപിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ഉമ്മ സിനിമയിൽ. അപ്പം അന്ന് ഉമ്മ സിനിമയ്ക്ക് വേണ്ടി ലൈറ്റപ്പ് ചെയ്യണ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അന്ന് ഞാൻ ചോദിച്ചു, ലൈറ്റപ്പ് ഒക്കെ ചെയ്യണ കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്, എന്നാണ് സ്വന്തമായിട്ട് DOP ഇൻഡിപെൻഡൻറ്റ് DOP ആവുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, രൂപേഷേട്ടാ ആരെയും അവസരം നന്നാലല്ലേ പറ്റുള്ളൂ. അപ്പം കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 3ാമത്തെ സിനിമ സംവിധാനം ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ച സമയത്ത് ഉമ്മേനെ വെച്ചിട്ട് പരീക്ഷിക്കാൻ വെച്ചു. അങ്ങനെ ഉമ്മ ചെയ്ത പരീക്ഷണമാണ്, ഞങ്ങൾ ചെയ്ത പരീക്ഷണമാണ് ലിറിക്കൽ വീഡിയോ എന്നുള്ള വിഷ്വൽസ്. ഉമ്മ 2 പേർക്ക് പറയും. ക്യാമറയുടെ മുമ്പിൽ നിന്ന് വലിയ പരിചയമൊന്നുമില്ല. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടും. പ്രൊഡ്യൂസർമാരുടെ മുഖത്തുള്ള ഈ ചിരി അത് കഴിഞ്ഞും കൂടുതൽ തെളിമയോടുകൂടെ ആ ചിരി തുടരും എന്ന് എന്നെ പ്രതീക്ഷിക്കുന്നു. രൂപേഷേട്ടൻ എന്നിൽ നൽകിപ്പിച്ച ഈ വിശ്വാസം കാത്തു സൂക്ഷിച്ചെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു. അടുത്തൊരു പെൺപുലിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ദുന്ദു രഞ്ജി ഇവിടെ നമ്മുടെ സിനിമയിലത്തെ ആർട്ട് ഡയറക്ടറാണ്, അങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈനറാണ്. ആർട്ട് ഡയറക്ടർ എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദുന്ദുവിൻ്റെ ആദ്യത്തെ സിനിമയല്ല, ഉമ്മയുടെ ആദ്യത്തെ സിനിമയാണ് ഭാസ്കരഭരണം. ദുന്ദുവിൻ്റെ എന്താ പറയുക ആദ്യത്തെ പടം ലില്ലി എന്ന് പറഞ്ഞ സിനിമയാണ്. അത് സോറി ഉമ്മ ഒരു ചെറിയൊരു ഫീച്ചർ ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹിന്ദി ഫിലിമായിരുന്നു, അക്രോസ് ദി ഓഷൻ. അതായിരുന്നു ദുന്ദു ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത സിനിമ. 2ാമത്തെ ചെയ്ത സിനിമയാണ് ലില്ലി. പിന്നെ അതിനുശേഷം ഓപ്പറേഷൻ ജാവ, പത്മ, അങ്ങനെ നിരവധി സിനിമകൾ. അപ്പോൾ ഞാൻ ഈ സിനിമ നമ്മുടെ ബഡ്ജറ്റ് ചെറിയ സിനിമയായതുകൊണ്ട് ആരെ നമ്മൾ എന്താ പറയുക ഈ പറയുന്നത് പോലെ വിളിക്കും ആർട്ട് ഡയറക്ടറായിട്ട്. ഇപ്പോൾ ദുന്ദുവില്ലേ, ദുന്ദുവിനെ വിളിച്ചാൽ മതിയില്ലേ, ഞങ്ങൾ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുമോ, അതൊക്കെ നമുക്ക് നിർത്തിക്കാം, നമ്മൾ എൻ്റെ പടം അക്രോസ് ദി ഓഷൻ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദുന്ദു വന്നത്. ദുന്ദു വന്നതിനൊക്കെ ഈ ദുന്ദു നേരത്തെ എനിക്കറിയായിരുന്നു. ഞാൻ മെക്സിക്കൻ ഭാഗത്തിലെ സെറ്റ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ദുന്ദുവിനെ കാണുന്നത്. അന്ന് ദുന്ദു ചീഫ് എന്താ പറയുക അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായിരുന്നു. അപ്പൊ അന്നും ഇതേപോലെ തന്നെ ഉമ്മയുടെ അടുത്ത് ചോദിച്ചു കുറെ ആയില്ലേ, ഇൻഡിപെൻഡന്റ് ആയിക്കൂടെ. അപ്പോഴും ഈ പറയുന്ന പോലെ എൻ്റെ ആദ്യത്തെ പുറത്ത് ഞാൻ സംവിധാനം ചെയ്യുന്ന പുറത്തേക്ക് അവസരം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം എന്താ പറയാ കറക്റ്റ് അവസരം വന്നപ്പോൾ ഞാൻ എന്താ പറയാ ശ്രീമതി വിളിച്ചു. അങ്ങനെ ദുന്ദുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് വെച്ചിട്ട് ആർട്ട് ഭയങ്കരമാണ്, പണിയെടുക്കും, ഭയങ്കര ആർട്ട് വർക്ക് എല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പോകും. അപ്പോൾ ഓപ്പറേഷൻ ജാവയിൽ സൈബർ സെല്ല് എല്ലാം ചെയ്തപ്പോൾ ഞാൻ ആ പടം കണ്ടതിന് ശേഷം ഞാൻ തുന്നോട് ചോദിച്ചു, ഇത് ശരിക്കുള്ള ലൊക്കേഷൻ നിങ്ങൾ പോയി ഷൂട്ട് ചെയ്തതാണോ എന്നറിയാൻ. അത്രയും റിയലിസ്റ്റിക് ആയിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കിയത് ഫുൾ സെറ്റായിരുന്നു. അപ്പോൾ തുമ്പൂന് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. നമസ്കാരം. ഈ പടത്ത് ആർപ്പിനെ വിളിക്കുന്ന സമയത്ത് പറയുന്ന പോലെ ചെറിയ ബഡ്ജറ്റുള്ള പടമാണ്, നീ വന്നിട്ട് ചെയ്യൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഉറപ്പായിട്ടും ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അപ്പൊ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യും പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അപ്പം എന്നെ വന്ന് കാണുന്ന സമയത്ത് അർമോ സാർ ഉണ്ടായിരുന്നില്ല. അർമോ സാറിൻ്റെ അടുത്ത് നമ്മൾ മീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ഹൗസിൽ പോയിട്ടല്ലേ ആ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് സാറിന്റെ കോള് വരുന്നതും നമുക്ക് നന്നായി ഓണായി വന്നിട്ട് തിരിച്ച് അതെ കോള് വന്ന് പുറത്തു പോയി. ആപ്പി തിരിച്ചു വന്നപ്പോഴേക്കും പറഞ്ഞു ഇങ്ങനെ സാറ് വിളിച്ചു, ഓക്കെ പറഞ്ഞു, നമ്മൾ പടം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇടിപിടി എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. ഒരു വീട്ടിലാണ് മേജർലി ഷൂട്ട് നടന്നത്. മൊത്തം ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി എല്ലാവരും അവിടെയുള്ള എല്ലാം മിഥുൻ ചേട്ടനാണെങ്കിലും പാറു ആണെങ്കിലും സാർ അജയ് സാർ ആണെങ്കിലും എല്ലാവരും നമ്മളൊരു ഫാമിലി പോലെ. ഒരാൾ കൂടി ഉണ്ട് അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മളെല്ലാരും ഒരു ഫാമിലി ആയിട്ട് ആണ് ഇത് ചെയ്തത്. അവിടെ ആ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ 35-40 ദിവസം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഒരു എന്റർടൈനർ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ ഈ 5 മിനിറ്റ് കൂടുമ്പോഴുള്ള ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിന്റെ കഥ പോയിരിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ ഈ സിനിമയിൽ പൊതുവെ ഞാൻ ആരോട് തല്ലുകൂടാറില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ തല്ലുകൂടിയത് എൻ്റെ എഡിറ്റിൻ്റെ കൂടെ. പ്ലീസ്. പക്ഷെ എത്ര തല്ലുകൂടിയാലും ഭയങ്കര സ്നേഹമാണ്.
പറഞ്ഞ പോലെ തന്നെ റാഷൻ എന്താ പറയാ ഇഷ്ടംപോലെ സിനിമയുണ്ട്. നമ്മുടെ ഉമ്മയുടെ ആണ് തുടങ്ങിയത്. ഉമ്മയെ ഇന്ത്യ ഫിലിം സൈറ്റിന്റെ എഡിറ്റർ ആയിരുന്നു. കൂലി എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. കുറെ നിരവധി എന്താ പറയാ OTT ഭയങ്കര എന്താ പറയാ അത്യാവശ്യം ഭയങ്കര റീച്ചോടെ പോകുന്ന ഒരു സിനിമയാണ് പോകുന്ന പറഞ്ഞിട്ട്. അതും റാഷനാണ്. ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ഓഫ് ബീറ്റ് ഫിലിം മേക്കിംഗ് ആണ് കൂടുതൽ ചെയ്യാറ്. ഞാൻ ഈ പ്രാവശ്യം പഠിച്ചിട്ട് കമേഴ്ഷ്യൽ പടം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ നിരവധി പ്രാവശ്യം തല്ലുകൂടി എൻ്റെ ഈ കഷ്ടപ്പെട്ട ജേണിയിലൂടെ എന്നെ കൂടെ നിന്ന ഒരാളാണ് റാഷൻ. ഞാൻ നൗഫൽ എന്ന് വിളിക്കാറായിരിക്കും. പക്ഷെ ഭയങ്കര ഞാൻ എത്ര കൂടിയാലും മദർലി സ്നേഹമുണ്ട്. ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ആവില്ലായിരുന്നു ആ കാര്യം. അപ്പോൾ രണ്ടു ഫസ്റ്റ് ടൈമാണ് ഇതിന്റെ സ്റ്റേജിൽ നിൽക്കുന്നത്. ആക്ച്വലി ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ. അത് കാരണം ജൂൺ 26 റിലീസ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഫസ്റ്റ് ടൈം വിളിച്ച് ഉമ്മയുടെ പോസിറ്റീവ് ഫിലിമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്ററായിട്ട്. അങ്ങനെയാണ് ഉമ്മയായിട്ട് പരിചയം. അതിന് ആ സമയത്ത് രൂപേഷേട്ടൻ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. രൂപേഷേട്ടൻ വിളിക്കുന്നു, രൂപേഷ് പിതാംബരെ വിളിക്കുന്നു പറയുന്നു. എന്തിനാ വിളിക്കുന്നതെന്ന് അറിയണ്ടായില്ല. ജസ്റ്റ് അങ്ങനെ വിളിച്ച് ആ രീതിയിൽ അവിടെ നിന്ന് ഇവിടെ വരെ ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങളത് അത്യാവശ്യം നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. മ്യൂസിക്കൽ ടീമിലൊന്ന് ഞാൻ ഈ സിനിമ സംഭവം ഒക്കെ എന്നോട് വർക്ക് ചെയ്ത പിള്ളേരുണ്ട്. ഞാൻ ഉറങ്ങാത്ത പോലെ ഇവരും എന്നോട് ഉറങ്ങായിരിക്കും. അതുപോലെ പാട്ടുപാടിയുണ്ട്. ഞാൻ എല്ലാവരും വിളിക്കാം. ആദ്യം ഇവരാണ് എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന എൻ്റെ ടീം. ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഇത് സോണി ചേച്ചി ഈ പടത്തിൽ പാടിയിട്ടുണ്ട്. സോണി ചേച്ചിനെ ഞാൻ ഈ പടത്തിലാണ് പരിചയപ്പെടുന്നത് രൂപേഷേട്ടൻ വഴി. അതുപോലെ തന്നെ അർജുൻ ബ്രോയെ ഞാൻ അസാധ്യ സിംഗറാണ്. ആള് ഈ പടത്തിൽ പാടിയിട്ടുണ്ട്. ഇവരൊരു സർപ്രൈസ് സോങ് ഉണ്ട്, അത് അടിപൊളിയായിരിക്കും. ഇത് ഡാനി ആളിന്റെ അസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ആള് ഇതില് പാടിയിട്ടുമുണ്ട്. ആഷിക്കും എൻ്റെ അസിസ്റ്റന്റ് ആണ്. സംഭവം തൊട്ട് എൻ്റെ കൂടെ ഉണ്ട്. അർഷദ്. ഇവരാണ് എൻ്റെ പാട്ടുകളുടെ ലിറിക്കൊക്കെ എഴുതുന്നത്. അതുപോലെ തന്നെ കമ്പോസിഷനിൽ നല്ലപോലെ തന്നെ ചെയ്യുന്ന ആളാണ്. ഇവര് സംഭവമല്ല, അർഷദ് ശരിക്കും ഫൗസിയുടെ ബ്രദറാണ്, ചേട്ടനാണ്. അപ്പൊ ചെറുപ്പം തൊട്ടേ അറിയാം. ഇത് ഗണി, ആളെന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് പ്രോഗ്രാമറാണ്. ഞാൻ എന്തായാലും മൈക്ക് കൊടുക്കാം. എനിക്ക് അർജുനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാം. ഞാൻ അർജുനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ കുഞ്ഞാലത്തോ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോ ഈ പറയുന്നത് പോലെ എന്താ പറയാ ത്രൂ ഔട്ട് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ടാണ് അർജുന ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അഭിനയിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം വളരെ നല്ല ആക്ടറാണ്. പക്ഷെ ഈ പറയുന്ന സിംഗറാണോ എന്നല്ല എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് അർജുൻ്റെ പേര് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അഭിനയം ഞാൻ പറഞ്ഞു അത് അഭിനയിക്കും, പക്ഷെ പാടുമോ? അത് പാടുമ്പോൾ നന്നായി പാടും, നോക്കുന്നു. ഞാൻ വിചാരിച്ചു വീട്ടിൽ മൂളിപ്പാട്ട് പാടുന്ന സ്കീമുകളായിരിക്കും. പക്ഷെ ഞാൻ ഗോഡനോട് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഗോഡൻ പറഞ്ഞു ഒരു പീസ് ഓഫ് ലുക്ക് അയച്ചേക്കാം, ഒന്ന് ചുമ്മാ പാടിയിട്ട് എന്താ പറയുക വാട്സാപ്പിൽ അയച്ചപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സാധനം ഒരു ലൈൻ കൊടുത്തു, മൂല ചെയ്ത് അയച്ചു തന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം എന്താ പറയാ ഉഗ്രൻ സിംഗറാണ്. കാരണം ഗോഡൻ സാധാരണ ഗതിയിൽ അങ്ങനെ ആരെ പറ്റിയിട്ടും ഭയങ്കര നല്ല അഭിപ്രായം പറയാറില്ല. കുഴപ്പമില്ല, ഓക്കെ കൊള്ളാം, ഇത്രയൊക്കെ പറയുള്ളൂ. പക്ഷേ അതിഗംഭീരം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോഴാണ് ഞാനും ഞെട്ടും. എല്ലാവർക്കും വലിയൊരു നമസ്കാരം. വളരെയധികം സന്തോഷം. കാരണം അപ്പോ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കഥ പോലെ പറയേണ്ടി വരും. അപ്പോ ഇദ്ദേഹത്തെ എനിക്കറിയാം കുഞ്ഞെന്തോ സിനിമ ചെയ്യുമ്പോ തൊട്ട്. ശേഷം പിന്നെ പടങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അങ്ങനെ മറക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ പാട്ടായിട്ട് തുടങ്ങാതെ വെച്ച് പാട്ട് പാടി തുടങ്ങി. പിന്നെ അപ്പൊ അങ്ങനെ പാട്ട് പാടി വന്ന സമയത്ത് ഞാനൊരു സിനിമ ചെയ്യണ്ടായി.
ആ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് ഗുഡ് ഫെല്ലാസ് ആണ്. അങ്ങനെ ഞാൻ അവരായിട്ട് കമ്പനി ചെയ്യും. അങ്ങനെയായിട്ട് അവരെ പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്തപ്പോൾ എന്റെ പാട്ട് അവർ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ വന്നതാണ് എനിക്ക് പടത്തിലെ പാട്ട്. അത് അപ്പൊ എനിക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ പണി എപ്പോഴെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എവിടെയെങ്കിലുമൊക്കെ ആ പണി എവിടെയെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായി. അപ്പൊ അതില് വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ദീപക്കേട്ടന്, ബിനോയ്ക്ക് വലിയൊരു നന്ദിയായി തന്നെ. പിന്നെ എല്ലാവർക്കും നന്ദി. ഗോഡ്വിനായാലും ചേട്ടനായാലും എല്ലാവർക്കും നന്ദി. നല്ലൊരു പാട്ട് പാടാൻ പറ്റി. പാട്ടുകാരനാവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതിന്റെ ഇടയിൽ എൻ്റെ അടുത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചേട്ടൻ ഇടയിൽ വെച്ചു, നിനക്ക് ഈ പാട്ടുകാരനാണ് അതോ ആക്ടർ ആവണമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആക്ടറെ പോലെ പാട്ട് പാടി അഭിനയിച്ച് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. രണ്ടും ചെയ്തോളാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കൂടാതെ ഈ പടം ഹിറ്റ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ പടം ഇറങ്ങി ഒരു ഇരട്ടി പൈസ കിട്ടിയാൽ മതി. ഈ പടത്തിന്റെ ഇറങ്ങിയ കയ്യിൽ നിന്ന് പോയ പൈസയും ഒരു ഇരട്ടിയും കൂടി കിട്ടിയാൽ മതി, അല്ലേ? കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കൊതിപ്പിച്ചാണെന്നറിയില്ല, അടുത്ത പടത്തിൽ നിനക്ക് റോളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പടം വിജയിക്കാൻ വേണ്ടി, എന്നാലേ എനിക്ക് പടം കിട്ടുള്ളൂ. അപ്പോ ഓൾ ദി ബെസ്റ്റ് ഈ ടീമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്റെ കൂടെ പാടി സോണിക്ക് ഞാൻ സംസാരിക്കാനുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ 7ാമത്തെ സിനിമയാണ് ഞാൻ പാടുന്നത്. താങ്ക് യു സോ മച്ച് രൂപേഷ് ചേട്ടാ. ഈ സിനിമയിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ ഡബ് ചെയ്യാനാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അത് കുറച്ച് മുൻപ്. പിന്നെ ഇപ്പം ലാസ്റ്റ് വീക്കാണ് ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാട്ടുണ്ട്, പാടാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഒരുപാട് സന്തോഷം ഭാസ്കര വർണ്ണത്തിന്റെ ടീമിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഗോഡ്വിന്റെ സോൾഫുൾ ആയിട്ടുള്ള ഒരു മെലഡിയാണ് അർജുൻ ചേട്ടന്റെ കൂടെ പാടിയത്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് സിനിമയ്ക്കും എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഞാന് സംഭവം മുതലേ ഗോഡിച്ചേട്ടനോടുണ്ട്. അല്ല, അതിന് മുന്നേ ഉണ്ട്. മ്യൂസിക് ഡയറക്ഷൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് സംഭവം മുതലുണ്ട്. അപ്പൊ സംഭവത്തിന് അവസാന സമയമാണ് നമുക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ലിറിക്സ് ഒക്കെ എഴുതാൻ പറ്റി. അത് ഞങ്ങളാണ് പാടിയത്. പിന്നെ ഇതിലും 2 പാട്ടിലും ലിറിക്സ് എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ തന്നെയാണ് പാടിയേക്കുന്നത്. ഓക്കെ, 2 വരി പാടാം. തൊണ്ടപ്പോയി കിടന്നാലും 2 വരി പാടാം. വിട പറയാതെ പോകയോ ഇരുളല പോലകന്നുവോ പുലരൊളി മാഞ്ഞു പോകയോ ഇരുകര പോലകന്നുവോ നീ പിരിയെ ദൂരമേറെ മായവേ പാഴ്വനമായി രാവ് മൂകമാകവേ രാമഴ തോരാതിരമ്പിടുമ്പോഴും അറിയാതെരിയും കനലായി ഞാൻ. താരങ്ങൾ വഴി കാട്ടും ഈരാവിനാഴിയിൽ ചെറുനീല തോണിയിൽ പതിയെ നീ ചെല്ലവേ കൈവിരൽ കോർത്തിടാ കൂടെ വന്നിടാ ഉയരുമി അലകളിൽ നെഞ്ചോട് ചേർത്തിടാ. ഞാൻ പറഞ്ഞില്ലേ നല്ല പാട്ടുകാരനാണ്. ഞാൻ വരെ സത്യം പറഞ്ഞ റെക്കോർഡിംഗ് ഒക്കെ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര നന്നായി പാടാൻ ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇവിടെ എന്തൊക്കെ ഉറപ്പുകൾ വന്നേക്കണമെന്നല്ല. ഗുഡ് ഫെല്ലാസ് ഒക്കെ പറഞ്ഞാൽ അടുത്ത എല്ലാ പടത്തിലും നിന്നെ പാടിക്കുന്നൊക്കെയാണ്. ദൈവത്തിന് അറിയാം. ഈ പടം വിജയിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഗുഡ് ഫെല്ലാസ് മുമ്പോട്ട് ബാക്കിയുള്ളതായിരിക്കും ഞാൻ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും അറിയിക്കും.
വേറെ ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട്. അനന്യ പ്ലീസ്, നീ പോയില്ല, ഞാൻ ഈ കൂടെ പ്ലീസ് പ്ലീസ്. എനിക്ക് ഒട്ടും വയ്യ, ആള് നമ്മള് നിർബന്ധിച്ചിട്ട്, ഞാൻ പ്രവർത്തിച്ചില്ല, പക്ഷെ എന്താ പറയാ, വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അതിനെ നോട്ട് 2 വാക്ക് പറയാൻ പറ്റിയ വലിയ കാര്യമില്ല. എനിക്കറിയാം ടീച്ചർ എന്തൊക്കെ കണ്ടോന്ന് അറിയില്ല, കണ്ടോ? നമസ്കാരം. രൂപേഷ് ഇങ്ങനെ ഞാൻ വിളിച്ചില്ല എന്നൊക്കെ പറയണത് വെറുതെ ആട്ടോ. ഇന്ന് തന്നെ ഒരു അതെ കുറെ കോളുകൾ വന്നിട്ടുണ്ട്. എനിക്ക് പനി ഒന്ന് മാറി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. രൂപേഷിന്റെ ഈ ഒരു പുതിയ ഫിലിമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതില് അർജുൻ ചെറിയൊരു ഭാഗവാക്കായിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നിന്റെ ആദ്യത്തെ ഓക്കെ. അപ്പൊ ഇതിനു മുന്നേ ഫിലിംസിൽ പാടിയിട്ടുണ്ട്. ഒരു ഫിലിം, ഇത് രണ്ടാമത്തെയാണോ? ഇത് രണ്ടാമത്തെയാണ്. നിങ്ങൾ തന്നെ വിചാരിക്കരുത് എനിക്ക് എല്ലാം ഒരു ക്ലാരിറ്റി ഇല്ല ഇവന്റെ കാര്യത്തിൽ. ഞങ്ങളൊക്കെ ഒരു ഒറ്റ വീട്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഇത് മുന്നേ എപ്പോഴും പാടിയതാണ്. എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് ശേഷം, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഫിലിം. ഭാസ്കര ഭരണം, എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ടീസർ കണ്ടു. പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ടീസറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇനി 26-ാം തീയതി റിലീസ് വരികയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും, ഇതിൽ വർക്ക് ചെയ്ത ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറിയ പടങ്ങളാണെങ്കിലും പ്രേക്ഷകർ അതിൻ്റെ കണ്ടന്റ് ആണല്ലോ, സോ അത് നല്ല രീതിയിൽ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ മ്യൂസിക് ലോഞ്ച് ഒഫീഷ്യലി നമുക്ക് ലോഞ്ച് ചെയ്തിട്ടില്ല. സർ പ്ലീസ്, അറുപതും സർ വരും. നമ്മുടെ സിനിമയിലത്തെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും പ്ലീസ് കം ഓൺ സ്റ്റേജ്. നമ്മളത് റിവീൽ ചെയ്യാൻ പോവാണ്. ഇത് പ്ലീസ് ഡു ദ ഓണേഴ്സ്. സർ എല്ലാവരും ടെക്നീഷ്യൻസും എല്ലാവരും സ്റ്റേജിലോട്ട് വരണം. ദീപക്, പ്ലീസ് കം. അർജുൻ, പ്ലീസ് കം. നമ്മളത് റിവീൽ ചെയ്യാൻ പോവാണ് മ്യൂസിക് ലോഞ്ചിന്റെ. ഓക്കെ, സോ നമ്മുടെ പരിപാടി അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. സോ വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തുന്നതിനായി ദീപക് ദിനേശ് സർ, കോ പ്രൊഡ്യൂസർ ഓഫ് ദി മൂവി ഭാസ്കര ഭരണം സർ, ഒന്ന്
മുമ്പിലോട്ട് വരണം. രണ്ടുപേരും സംസാരിക്കും. ഞങ്ങളുടെ ഒരു കുഞ്ഞി സിനിമയ്ക്ക് ഓഡിയോ ലോഞ്ചിന് ഇവിടെ വന്നെത്തിയ മീഡിയ പ്രവർത്തകർക്കും മറ്റെല്ലാ വിശിഷ്ടാതിഥികൾക്കും ഭാസ്കരഭരണം ടീമിനും പ്രത്യേകം വയ്യാണ്ടിരുന്നിട്ടും ഞങ്ങളുടെയൊക്കെ ക്ഷണം തീർത്തിട്ട് അനന്യ ചേച്ചിക്കും പ്രത്യേകം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതൊരു കുഞ്ഞു സിനിമയാണ്. എല്ലാവരും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം. ഈ സിനിമ ജൂൺ 26 റിലീസാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭാസ്കര ഭരണം മൂവിയുടെ റിലീസ് വരുന്നത് ജൂൺ 26-നാണ്. നിക്കാഫ് ഇൻ അസോസിയേഷൻ വിത്ത് ഗുഡ് ഫെലാസ് പ്രൊഡക്ഷന്റെ ബാനറിലാണ് നമ്മുടെ ഭാസ്കര ഭരണം സിനിമ വരുന്നത്. അപ്പം എല്ലാവരും നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അവർ ഓസ്പിഷ്യസ് ഇവന്റ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ് എവരിവൺ. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. താങ്ക് യു. സോ ഫുഡ് എല്ലാം റെഡിയാണ്. സോ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ പോകേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.